നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യേച്ചി, മനു ഇങ്ങോട്ടാ? ചേച്ചിയെ കാണാൻ തന്നെ. എന്നെയോ? നിത്യേച്ചി സാറ ചേച്ചി വിളിച്ചിരുന്നില്ലേ? അവിടെ 1-2 ഗസ്റ്റുകളുണ്ട്. സാറേച്ചി അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഏതോ പ്രൊഡക്ഷന്റെ ആളുകൾ എന്തോ അത്യാവശ്യം എന്താന്ന് ചേച്ചിയോട് ചോദിക്കാൻ എന്നോട് പറഞ്ഞു. അയ്യോ, അത്ര തിരക്കുള്ള കാര്യമൊന്നുമല്ല. എന്നാലും പറ. സാറ് പുറത്തു പോകുമ്പോ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കാനായിരുന്നു. ഇതാണോ വലിയ കാര്യം? ഞാൻ ഇപ്പൊ പുറത്തു പോകുന്നുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യാം. മനുവിനത് ബുദ്ധിമുട്ടാവില്ലേ? ഓ പിന്നെ, ഒരു കത്തെന്ന് പറഞ്ഞാ വലിയ ഭാരമല്ലേ. ഞാൻ ഏതേലും അണ്ണാച്ചിലോറ് വിളിച്ചോണ്ട് പോക്കോളാം, അതാവുമ്പോ എളുപ്പമാവുമല്ലോ. നീ കളിയൊക്കൊന്നും വേണ്ട. കത്തിങ്ങതാ, ഞാൻ പോസ്റ്റ് ചെയ്തോ. എന്നാ ഓക്കെ. ഞാനിത് പൊട്ടിച്ച് വായിക്കൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. പൊട്ടിച്ച് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി. ഞാനിപ്പോ ചായ എടുക്കാം. നിക്ക്. ഇന്നലെ സാറയുടെ കൂടെ എന്തിനാ പോയെ? സാറയ്ക്ക് പാർലറിലെ സാധനങ്ങൾ വാങ്ങാണെന്ന് കള്ളം പറയണ്ട. അതിന് നീയോ സാറയോ പോയിട്ടില്ല. ആരെ കാണാനാ പോയെ? പറ. പറയാനുള്ള കള്ളാലോചിക്കാണോ നീ? ഞാൻ ഹോസ്പിറ്റലിലാ പോയത്. എന്റെ ചെറിയച്ഛൻ സുഖമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ചെറിയച്ഛനെ കാണാനാ പോയത്. അത് അമ്മയ്ക്കറിയാം. പെട്ടെന്ന് കേൾക്കുമ്പോ അച്ഛനും ജീവനും ദേഷ്യം വന്നാലോ എന്ന് കരുതിയാ പറയാതിരുന്നത്. എന്നിട്ട് ചെറിയച്ഛനെ മാത്രമേ കണ്ടുള്ളൂ? വേറെ ആരെയും കണ്ടില്ല? ഇല്ല. ചെറിയച്ഛനെ കാണാൻ പോയത് പറയാം, പക്ഷെ മനുവിനെ കാണാൻ പോയതും സംസാരിച്ചതും പറയാൻ നിനക്ക് ബുദ്ധിമുട്ടല്ലേ? അതിനർത്ഥം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്നല്ലേ? നീ പറയുന്നൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ദൈവങ്ങളെ നിനക്ക് വിശ്വാസമാണല്ലോ. ആ വിശ്വാസമാണല്ലോ എന്റെ അമ്മ കണ്ടതും എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും. ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. പറ. പറ. ആരെ കാണാൻ വേണ്ടിയാ നീ സത്യത്തിൽ ഇറങ്ങിയത്? എന്റെ കൈ പൊള്ളുന്നു. പൊള്ളട്ടെ, പൊള്ളി വീർക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.